ജൂൺ 13-നാണ് കേസിനാസ്പദമായ സംഭവം. പീരുമേട്ട് തോട്ടാപുരയ്ക്ക് സമീപം താമസിച്ചിരുന്ന ബിനുവിന്റെ ഭാര്യ സീത വനത്തിനുള്ളിൽ വെച്ചാണ് മരിച്ചത്. കാട്ടാന ആക്രമിച്ചതാണെന്ന് ഒപ്പമുണ്ടായിരുന്ന ഭർത്താവ് ബിനുവും 2 മക്കളും പറഞ്ഞു. എന്നാൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത പീരുമേട് താലൂക്ക് ആശുപത്രിയിലെ ഫോറൻസിക് സർജൻ ആദർശ് രാധാകൃഷ്ണൻ സീതയുടെ ശരീരത്തിലെ പരിക്കുകൾ കാട്ടാന ആക്രമണത്തിൽ ഉണ്ടായതല്ലെന്ന് പ്രാഥമിക നിഗമനം നടത്തി. തുടർന്ന് ദിവസങ്ങൾക്ക് ശേഷം വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സമർപ്പിച്ചു. ബിനുവിന്റെയും മക്കളുടെയും മൊഴിയും പോലീസ് വിശദമായി ശേഖരിച്ച് വിലയിരുത്തി. സീതയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള ഇതുവരെയുള്ള അന്വേഷണത്തിൽ ഇതൊരു കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടാണ് മനസ്സിലായിട്ടുള്ളത്. എലഫന്റ് അറ്റാക്ക് ചെയ്തപ്പോൾ രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു മക്കളും ഒക്കെ. അതിനിടയ്ക്കിലും കുറേ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ കൊണ്ടുവരുന്നിടക്ക് പലതവണ വീണതായിട്ടും മനസ്സിലായിട്ടുണ്ട്. ഫോറൻസിക് സംഘത്തെ സംഭവസ്ഥലത്തെത്തിച്ച് പരിശോധന നടത്തി. ഫോറൻസിക് സംഘം നടത്തിയ പരിശോധനയിൽ സ്ഥലത്ത് കാട്ടാനയുടെ സാന്നിധ്യം കണ്ടെത്തുകയും ചെയ്തു. പരിക്കേറ്റ സീതയെ എടുത്തുകൊണ്ടുവരുമ്പോൾ സംഭവിച്ചതാണ് കഴുത്തിലെയും വാരിയെല്ലുകളിലെയും പരിക്കുകളെന്നും പോലീസ് നിഗമനം. റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം പീരുമേട് കോടതിയിൽ സമർപ്പിക്കും. മാതൃഭൂമി ന്യൂസ്, കുമളി.